ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? ഇന്ന് നമുക്കൊരു കുഞ്ഞനെലിയുടെയും സിംഹത്തിൻ്റെയും കഥയായാലോ? വരൂ കേൾക്കാം. ഒരു ദിവസം വനത്തിലൂടെ കുഞ്ഞനെലി നടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് അവനൊരു കാഴ്ച കണ്ടത്. ഒരു സിംഹം പാറപ്പുറത്ത് കിടന്നുറങ്ങുന്നു. അവന് ആ സിംഹത്തിനെ ഒന്ന് അടുത്തു നിന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ അവൻ അതിൻ്റെ അടുത്തേക്ക് പോയി. ആ സിംഹം കിടന്നുറങ്ങുന്ന പാറക്കെട്ടിനരികിലായി അവൻ നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവന് മറ്റൊരാഗ്രഹം തോന്നി. സിംഹത്തിൻ്റെ പുറത്തൊന്ന് കയറിയാലോ? എന്തായാലും സിംഹം കിടന്നുറങ്ങുകയല്ലേ. എൻ്റെ ഈ ജീവിതത്തിൽ ഞാനൊരു സിംഹത്തിൻ്റെ അടുത്ത് നിന്ന് കാണുകയോ അതിൻ്റെ പുറത്ത് കയറുകയോ ചെയ്തിട്ടില്ല. ഇനി അത് സാധിക്കുമോ എന്നും അറിയില്ല. എങ്കിൽ പിന്നെ എന്തായാലും പുറത്ത് കയറാം. അങ്ങനെ അവൻ സിംഹത്തിൻ്റെ പുറത്തേക്ക് ചാടിക്കയറി. കുറച്ചു കഴിഞ്ഞപ്പോൾ സിംഹത്തിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. സിംഹം ചാടി എഴുന്നേറ്റു. കുഞ്ഞനെലി താഴേക്കും വീണു. കുഞ്ഞനെലി എഴുന്നേറ്റ് പേടിച്ച് വിറച്ചു നിന്നു. സിംഹം കുഞ്ഞനെലിയെ ദേഷ്യത്തോടെ നോക്കി. താൻ എന്തു ചെയ്യുമെന്ന് കുഞ്ഞനെലി ആലോചിച്ചു. അപ്പോൾ തന്നെ കുഞ്ഞനെലി പേടിച്ച് വിറച്ചുകൊണ്ട് സിംഹത്തോട് കേണപേക്ഷിച്ചു. അങ്ങ് എന്നെ വെറുതെ വിടണം. എനിക്കൊരു തെറ്റു പറ്റിയതാണ്. ഞാൻ ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ല. അങ്ങേക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. അങ്ങെന്നെ വെറുതെ വിടണമെന്ന് കേണപേക്ഷിച്ചു. അപ്പോൾ സിംഹം പുച്ഛത്തോടെയും അഹങ്കാരത്തോടെയും പറഞ്ഞു, ഞാൻ ഈ കാട്ടിലെ രാജാവാണ്. നീയോ വെറുമൊരു കുഞ്ഞനെലിയാണ്. നീ എനിക്ക് എന്ത് സഹായം ചെയ്യാനാണ്? എന്തായാലും ഈ തവണത്തേക്ക് ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. വേഗം ഇവിടെ നിന്നും പൊക്കോളൂ എന്ന് സിംഹം പറഞ്ഞു. കുഞ്ഞനെലി സങ്കടത്തോടെ അവിടെ നിന്നും പോന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ ഭക്ഷണം തേടി നടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് ഒരു സിംഹത്തിൻ്റെ അലർച്ച അവൻ കേട്ടത്. അവൻ ആ ഭാഗത്തേക്ക് നടന്നു. അവിടെ ചെന്നപ്പോഴാണ് താൻ അന്നു കണ്ട സിംഹം വലയിൽ കുടുങ്ങിക്കിടക്കുന്നത് അവൻ കണ്ടത്. അവൻ വേഗം തന്നെ അവിടെ ചെന്ന് സിംഹത്തിൻ്റെ വല കടിച്ചു മുറിച്ച് സിംഹത്തിനെ രക്ഷപ്പെടുത്തി. സിംഹം അവനോട് നന്ദി പറഞ്ഞു. കൂടാതെ സിംഹത്തിന് തൻ്റെ തെറ്റും മനസ്സിലായി. അന്ന് താൻ അവനോട് സംസാരിച്ചത് തെറ്റായിരുന്നുവെന്നും അവന് മനസ്സിലായി. അങ്ങനെ സിംഹം എലിയോട് മാപ്പപേക്ഷിച്ചു. തൻ്റെ ജീവൻ രക്ഷിച്ചതിന് ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് സിംഹം അവിടെ നിന്നും പോയി. ഈ കഥ എങ്ങനെയുണ്ട് കൂട്ടുകാരെ? നിങ്ങൾക്കിഷ്ടപ്പെട്ടോ? ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. ഏത് ജീവിയായാലും അതിന് അതിൻ്റേതായ മഹത്വമുണ്ട്. നമ്മൾ ഒരിക്കലും ആരെയും ചെറുതായി കാണാൻ പാടില്ല. കാരണം ആരാണ് നമ്മളെ സഹായിക്കാൻ എത്തുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഇനി മറ്റൊരു കഥയുമായി മറ്റൊരു ദിവസം വരാം.